ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ നിൽക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഫോൺ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. നമ്മളൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാമറയും ഗ്രിപ്പും അതുപോലെ തന്നെ മൈക്കും യൂസ് ചെയ്യുക. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന, വീഡിയോസ് ചെയ്യുന്ന, ഷോർട്സ് ചെയ്യുന്ന, അതുപോലെ വലിയ ലോങ് വീഡിയോകൾ എടുക്കുന്ന, ഇൻ്റർവ്യൂകൾ എടുക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന 3 പ്രോഡക്റ്റുകളാണിത്. ഒന്ന് സോണിൻ്റെ ക്യാമറ, സോണി ZV-E10 എന്ന് പറയുന്ന ക്യാമറ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹാൻഡ് ഗ്രിപ്പാണ്, നമുക്ക് ട്രൈപോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഹാൻഡ് ഗ്രിപ്പാണിത്. ഇത് DJIൻ്റെ മൈക്കാണ്. ഈ 3 സംഗതികളുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഞാൻ 2022 വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഈ വീഡിയോയിൽ ഞാൻ ഫേസ് കാണിക്കുന്നില്ല, കാരണം ഇത് പെട്ടെന്ന് തോന്നിയപ്പോൾ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇതെല്ലാം ബോക്സ് പീസാണ്. ഒന്നും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ DJI മൈക്കാണിത്. വളരെ നല്ല നീറ്റായിട്ടുള്ള മൈക്കാണ്. 2 മൈക്കും ഒരു റിസീവറും ആണുള്ളത്. ഐഫോണിനും അതേപോലെ തന്നെ നമ്മൾ സാധാ C-ടൈപ്പ് ഫോണൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെയൊക്കെ അഡാപ്റ്റർ വരെയുള്ള DJI ആദ്യം ഇറക്കിയിട്ടുള്ള മൈക്കാണ്. ലൈറ്റ് യൂസാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ബോക്സിനൊന്നും ഒരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് DJIൻ്റെ ഈ ഒരു മൈക്കാണ്. ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണ്. ഇതിന് ഈ മൈക്കിൻ്റെ ഈ റിസീവറിൽ ഇത് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഒരു ഇത് വെച്ചാൽ ഇവിടെ റെഡ് സിഗ്നൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ 8 GB മെമ്മറി ഇതിൽ ഓൾറെഡി ഉണ്ട്. 2 മൈക്ക് ഇതേപോലെ നമുക്ക് ഇതിലും അതേപോലെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഇൻബിൽറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൈക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ വാങ്ങുന്ന സമയത്ത് 36,000 രൂപയാണ്. ഇപ്പം ഇത് ആമസോണിൽ കാണുന്നില്ല, ചിലപ്പോൾ ഉണ്ടാവാൻ മതിയാകും. ഫുൾ കിറ്റാണ്, നീറ്റ് ബോക്സാണ്, എല്ലാ സംഗതികളും ഇതിലുണ്ട്. അപ്പോൾ ബോക്സ് ഉണ്ട്. മൈക്ക് നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഇതാ ഇതിൽ ഈ ഒരു പൗച്ചിലുണ്ട്. എല്ലാ ആക്സസറീസും ഇതിലുണ്ട്. ഇതാ ഡെഡ് കാറ്റ് ഉണ്ട്, അതേപോലെ ക്യാമറയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യാനുള്ളതുണ്ട്, എല്ലാ സംഗതികളും. 2 ഡെഡ് കാറ്റും ഉണ്ട്. നല്ല മൈക്കാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൈക്കാണ്. നോയിസ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളൊരു കുറവാണ് ഇതിലുള്ളത്. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു മൈക്കാണ്. പിന്നെ ക്യാമറ സോണി ZV-E10, ഇത് ഫുൾ കിറ്റാണ്. ഇതാ ബോക്സ്. 2022 ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇതും വാങ്ങിയിട്ടുള്ളത് 2022. അതിൻ്റെ ബാഗ്, കൊണ്ടുപോകാനുള്ള ബാഗ്, അതുപോലെ തന്നെ ബാറ്ററി, ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. 64 GB മെമ്മറി കാർഡ്, അതെല്ലാം ഈ ഒരു ക്യാമറയിലുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ക്യാമറ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ടച്ചിലൊക്കെ ചെയ്യുന്നിടത്ത് പെയിൻറ്റ് പോലും പോയിട്ടില്ല. വളരെ നല്ല സോണി ZV-E10 4K ക്യാമറ. അതിൻ്റെ കിറ്റ് ലെൻസാണ്. ഒന്നിനൊരു കംപ്ലൈൻറ്റും ഇല്ല. വളരെ നല്ലൊരു ക്യാമറയാണ്. വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുൻപിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്, പ്രൊഡക്റ്റുകളെ എടുത്ത് കാണിക്കുന്ന. ഇനി എന്ത് ചെറിയ സാധനമാണെങ്കിലും അത് എടുത്ത് കാണിക്കും. അതിൻ്റെ പേരിനോട് മറന്നുപോയി, എന്താണ് അതിന് പറയാന്നുള്ളത്. അങ്ങനെ ഒരു നല്ല വ്ളോഗിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണ് സോണി ZV-E10. അപ്പോൾ ഇതിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം, വളരെ നീറ്റായിട്ടുള്ള പോർട്ടുകളാണ് ഇതൊക്കെ. അതുപോലെ മൈക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. റിസീവർ ഇവിടെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഇൻബിൽട്ടായിട്ട് മൈക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡെഡ് കാറ്റും ഉണ്ട്. അതൊക്കെ ഈ ഒരു ബാഗിലുണ്ട്. ഡെഡ് കാറ്റും ആക്സസറീസ് ഇതിൻ്റെ കൂടെ കിട്ടിയതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നല്ല കിറ്റ്, ഫുൾ കിറ്റായിട്ടുള്ള ഒരു ക്യാമറ വേണ്ടവർക്ക്
ഏറ്റവും നല്ല ഒരു ക്യാമറയാണ് സോണി ZV-E10. ഇതൊക്കെ ഇപ്പം വാങ്ങാൻ ഇപ്പോഴും നല്ല റേറ്റ് തന്നെയാണ്. അതേ സെയിം റേറ്റ് 60,000 റുപ്യൻ്റെ മുകളിലേക്ക് ഇപ്പോഴും റേറ്റ് വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 62,000 രൂപക്കാണ്. അപ്പോൾ ഇതും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു ക്യാമറൻ്റെ ഒരു ആക്സസറി ആയിട്ട് വരും. സോണീൻ്റെ GP-VP-T2BT എന്ന് പറയുന്ന ഒരു ട്രൈപോഡ് വിത്ത് പിന്നെ ഹാൻഡ് ഗ്രിപ്പാണ്. നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇങ്ങനെ ഈ ഇതിൽ കൊണ്ടുപോയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ നമുക്ക് സെൽഫി വ്ളോഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു നല്ല ഹാൻഡ് ഗ്രിപ്പാണ്. പിന്നെ ഇത് ഇങ്ങനെ നിർത്താനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നിർത്തി പിടിക്കാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ ഈ ലെഗുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. നല്ലൊരു ഹാൻഡ് ഗ്രിപ്പാണ്. ഇത് വെറും ഹാൻഡ് ഗ്രിപ്പ് മാത്രമല്ല, ഇതിൽ നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതാണ്. ക്യാമറയായിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതാണ്. റെക്കോർഡിംഗ് ബട്ടൺ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഓൺ ചെയ്യാനുള്ളതാണ്. ഓൺ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇവിടെ റെഡ് സിഗ്നൽ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മൂവി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സൂം ഇൻ സൂം ഔട്ട് ഉണ്ട്. ഈ ഒരു പിന്നെ ഹാൻഡ് ഗ്രിപ്പിന് 10,500 സംതിങ് ആയിട്ടാണ് എനിക്ക് അന്നായിട്ടുള്ളത്. ഇപ്പോഴും ഇതിൻ്റെ വില കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഓൺലൈനിൽ ആമസോണിലൊക്കെ കാണിക്കുന്നത് കൂടുതലായിട്ടാണ്. അപ്പോൾ ഈ 3 പ്രോഡക്റ്റുകൾ, ഇതിൻ്റെ ബോക്സും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു പൗച്ച് ഉണ്ട്. എല്ലാം നീറ്റായിട്ട് ഞാൻ കൊണ്ടെടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. ഇതിന് 36,000 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഇതിന് 62,000 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇത് 10,500 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഞാനിത് കൊടുക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ നിലവിൽ ഫോണിൻ്റെ ക്യാമറയും അതേപോലെ തന്നെ DJI Osmo Action 4 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇത് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ്. ഈ ക്യാമറ ആണെങ്കിലും ഈ മൈക്കാണെങ്കിലും അതുപോലെ ഗ്രിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ വെച്ചിട്ടും വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സോണീൻ്റെ ഗ്രിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഫോൺ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇപ്പം 62 രൂപൻ്റെ റേറ്റുള്ള ഈ ഒരു ക്യാമറ, 36 രൂപ ഞാൻ വാങ്ങുന്ന സമയത്തുള്ള ഈ ഒരു മൈക്ക്, അതുപോലെ തന്നെ 10,500 രൂപ ഞാൻ വാങ്ങുന്ന സമയത്തുള്ളത്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാം എത്ര റേറ്റ് ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇതൊക്കെ ഷോറൂമിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ അത്രയും നീറ്റായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തൃപ്തിപ്പെട്ടിട്ട് നിങ്ങൾ അതിന് മുൻപേ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പ്രൈസ് പറഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രൈസിന് വാല്യുവബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വന്നു കണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ വാങ്ങി പോകാൻ പറ്റും. നമ്മളൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാമറയും ഗ്രിപ്പും അതുപോലെ തന്നെ മൈക്കും യൂസ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളെ ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതേപോലെ നമുക്ക് പല രീതിയിൽ ആക്കാൻ പറ്റും. ഈ ഒരു ലോക്ക് ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചുവന്ന ലൈറ്റ് ഇവിടെ കത്തുന്നതും അതുപോലെ തന്നെ ക്യാമറൻ്റെ ഇവിടെ ചുവന്ന ലൈറ്റ് കത്തുന്നതും. അതുപോലെ തന്നെ റെക്കോർഡ് ഓഫ് ആക്കാനും നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കിവിടെ പ്രസ് ചെയ്താൽ ഫോട്ടോ എടുക്കാം. അത് ഫോട്ടോ മോഡിലേക്ക് ആക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് ഇതിൻ്റെത്. പിന്നെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യണമെങ്കിൽ ഈ ഒരു സ്വിച്ച് ഇത് ടോപ്പിലേക്കാണെങ്കിൽ സൂം ഇൻ ആവും. ഇത് പിന്നെ താഴത്തേക്കാണ് നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂം ഔട്ട് ആവും. അപ്പം നമുക്കിതാ സൂം ഔട്ട് ആയിട്ടാണ് നിൽക്കുന്നത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിലേക്ക് നോക്കിയാൽ ഇപ്പോൾ സൂം ഇൻ ചെയ്തു. ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇവിടെയാണ് പ്രസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്താൽ സൂം ഇൻ സൂം ഔട്ട് ആവും. അതുപോലെ നമ്മൾ റിസീവർ ഇവിടെ കണക്ട് ചെയ്തു. മൈക്കിൻ്റെ റിസീവർ നമ്മൾ കണക്ട് ചെയ്തു. അതിവിടെ കേബിൾ വെച്ചിട്ട് ഈ മൈക്കിൽ ഇവിടെ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയിലേക്ക് ഇവിടെയും കണക്ട് ചെയ്തു. ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഈ മൈക്ക് റിസീവർ ഇവിടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ 2 മൈക്ക് ഇതാ, ഒരു മൈക്കിന് ഞാൻ ഡെഡ് കാറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മൈക്കിന് ഡെഡ് കാറ്റ് വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇത് അതിൻ്റെ ഒരു ഡെഡ് കാറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റപ്പ്, വ്ളോഗിങ്ങിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഈ രീതിയിൽ നമുക്ക് വ്ളോഗ് എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്ളോഗിങ് കിറ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. വളരെ നല്ലൊരു ക്യാമറ, നല്ലൊരു മൈക്ക്, നല്ല ഒരു ഹാൻഡ് ഗ്രിപ്പ്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് അയച്ചിട്ട് ഇതുപോലെ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ നിൽക്കിയാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെക്കോർഡായിട്ട് വരുന്നത്. ഇവിടെ റെഡ് സിഗ്നൽ കാണാൻ പറ്റും റെക്കോർഡായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ സൂം ഇൻ ചെയ്യുന്നു, സൂം ഔട്ട് ചെയ്യുന്നു, കണ്ടല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ബ്ലൂടൂത്ത് ഹാൻഡ് ഗ്രിപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപകാരങ്ങൾ.